ഓക്കെ, അപ്പോൾ മാത്സ് ബേസിക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ എക്സ്പോണൻസ് ഒക്കെ എന്താണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫ്രാക്ഷൻസും ഡെസിമൽസും. ഓക്കെ, അപ്പം സിമ്പിളായുള്ള സംഭവമാണ്, നിങ്ങൾ പണ്ട് പഠിച്ചതൊക്കെയാണ്. പക്ഷേ എന്താണ് ഇപ്പം നിങ്ങൾ +1 +2 ഒക്കെ കഴിഞ്ഞപ്പം അല്ലെ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടാണ് നിങ്ങൾ ഈ സ്കില്ല് അല്ലെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്യുമ്പോഴുള്ള തെറ്റലുകളൊക്കെ കൂടി തുടങ്ങിയത് അല്ലേ. അതായത് കാൽക്കുലേറ്റർ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ജസ്റ്റ് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഷോർട്ട് ട്രിക്സ്, ഡെസിമൽസ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമൽസ് എങ്ങനെ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം, എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ, അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പം എൻട്രൻസിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കാൻ നേരത്ത് പലരും ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു റേഷ്യോ ഒക്കെ ചോദിക്കുകയാണ്, 2 ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഒക്കെ ചോദിക്കുമ്പോൾ പലരും തെറ്റിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്താ ഈ ഒരു മാത്സ് ബേസിക്സ് ആയുള്ള ഫ്രാക്ഷൻസും ഡെസിമൽസിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഇതേപോലത്തെ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇനി നോക്കാം നമുക്ക് ഫ്രാക്ഷൻസ് എന്താ ഡെസിമൽസ് എന്താ. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. എന്താണ് ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ഒരു A/B ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം, ഫ്രാക്ഷൻസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇതാ ഫ്രാക്ഷൻസ് പറഞ്ഞാൽ A/B ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാർ എന്താ ലൈക്ക് എന്താണ് 1/2 ഒരു ഫ്രാക്ഷൻ അല്ലേ, 1/2 ഒരു ഫ്രാക്ഷനാണ്, 3/4 ഒരു ഫ്രാക്ഷനാണ്, 1000/7 ഒക്കെ എന്താടാ ഫ്രാക്ഷൻ ആണല്ലേ. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാത്തല്ല പ്രശ്നം. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഇവരെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ചെറിയ ക്ലാസ് പോലെ തോന്നുന്നുണ്ടോ, പക്ഷെ എന്താണ് നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം ആയതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് തെറ്റിക്കുന്നത് കാണുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡീഷനിലേക്ക് നോക്കാം. എന്താണ് ഫ്രാക്ഷൻ്റെ അഡീഷനെ പറ്റി പറയാനുള്ളത് നോക്കിക്കോ. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 1/2 + 1/8 നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യുക, 1/2 + 1/8. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിനോമിനേറ്ററുകൾ അങ്ങ് സെയിം ആക്കുക, എന്നിട്ട് ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന രീതിയിലാക്കാം. ഓക്കെ, വൺസ് ഡിനോമിനേറ്റർ സെയിം ആണ് നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ അറിയാലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നോക്കിക്കോ. 8 + 2/8 × 2 എത്രയാ 16. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് എഴുതാം, 10/16 എഴുതാം. ഇതൊന്നും കൂടെ മീൻസ് 2/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 എന്ത് വരുടാ 5/8 എന്ന് വരും. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു കാര്യം ചെയ്യാം. എന്താ അറിയോ, അതായത് ഇവിടെ ഞാനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെയും ഞാനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ. ഇവിടെ 4 × 2 8 ആയി അല്ലേ, ഇവിടെ 8 ഡിനോമിനേറ്റർ സെയിം ആയി, അപ്പോൾ ന്യൂമറേറ്റർ ഡയറക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ 4 + 1 5/8 കഴിഞ്ഞു. ഇതാണ് കൂടുതൽ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ, അതായത് 1 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നമ്പേഴ്സ് ആയിരിക്കും തരിക. അതായത് 8നെ അല്ലെങ്കിൽ 2നെ 8ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആക്കി ആഡ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് എപ്പോഴും പോവുക കേട്ടോ. ഇനി ചോദിക്കുക, ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, ഈ നമ്പർ മീൻസ് ഇതെങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുക, ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഇത് ചെയ്യാം നോക്കിക്കോ. ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 + 12 നോക്കിക്കോ, 3 + 12/12 × 3 12 × 3 എത്രയാ 36. അങ്ങനെയാണെങ്കിൽ 15/36 എന്നൊക്കെ എഴുതാം. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, 3/3 കൊണ്ട് അല്ലേ. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും, ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 വരും. അപ്പോൾ 5/12 ആണ് ആൻസർ. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. നോക്കിക്കോ, ഞാൻ ഒരു കാര്യം ചെയ്യാണ്, ഇവിടെ ഇത് 3 ആണ്, ഇത് 12 ആണ് അല്ലേ. അപ്പോൾ 3നെ 12 ആക്കണമെങ്കിൽ ഇൻറ്റു ഒരു 4 ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ താഴെ മാത്രം 4 ചെയ്താൽ നടക്കുമോ, ഇല്ല, മുകളിലും 4 ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്താ ഡിനോമിനേറ്റർ ഇവിടെ 3 × 4 12 ആയി, ഇവിടുത്തെ ഡിനോമിനേറ്റർ 12 ആ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 × 1 എത്രയാ 4 + 1 5 5/ ഡിനോമിനേറ്റർ എത്രയാണ് അപ്പോൾ കോമൺ ആയത് 12 ആണ്. അങ്ങനെയാണ് 5/12. ഓക്കെ, ഇതിങ്ങനെ പറയുമ്പോൾ കൂടുതൽ സമയം എടുക്കും, പക്ഷേ നിങ്ങൾ ക്യുക്ക് ആയിരിക്കണം ഇതൊക്കെ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് ചെയ്യാം. നോക്കിക്കോ, ഇതെങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുക. ഇപ്പം 7 നമുക്ക് 9ലേക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ 9നെ 7ലേക്ക് ആക്കാനും പറ്റില്ല. പക്ഷേ ഇവരെ നമുക്ക് LCM അങ്ങനെയൊക്കെ കണ്ടിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, 9 ഇതിങ്ങനെയല്ലേ, ഒരു കാര്യം നിങ്ങൾ ഇതിനെ 7/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 9/9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. അങ്ങനെയാണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2/9 ഉണ്ട്, പിന്നെന്താണ് 1/7 ഉണ്ട്, നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 × 2 എത്രയാ 14 14 + 9 × 1 എത്രയാ 9/9 7 സാർ എത്രയാ 63. അങ്ങനെയാണെങ്കിൽ 14 + 9 എന്ന് പറഞ്ഞാൽ 23 ആയിരിക്കും വരിക. 14 + 9 ചെയ്തപ്പോൾ കണ്ടോ, മീൻസ് ഇതിനേക്കാൾ തൊട്ട് കുറഞ്ഞ വാല്യൂ അല്ലേ, മീൻസ് 4നേക്കാൾ തൊട്ട് കുറഞ്ഞ വാല്യൂ ഇവിടെ വന്ന്, പിന്നെ ഇതൊന്ന് കൂടുകയും ചെയ്തു അല്ലേ. അങ്ങനെയാണ് ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ, 14 + 9 23 25 + 9 എത്ര ആയിരിക്കും 34 ആയിരിക്കും. മീൻസ് 25 + 9 നിങ്ങളോട് ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ,
ഇതും ഇതും ആഡ് ചെയ്താൽ അല്ലെങ്കിൽ 9 വരുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഇതിനേക്കാൾ തൊട്ട് കുറഞ്ഞ നമ്പറിൽ അടുത്ത് വരിക. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. പിന്നെ ഇതൊന്ന് കൂടുകയും ചെയ്യും 34. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 64 + 9 എത്രയായിരിക്കുംടാ? 64 + 9 എത്രയായിരിക്കും? 73. മീൻസ് ആ ഒരു ലോജിക്കൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുക വരിക. ഓക്കെ, അവിടെ പ്രശ്നമില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതിന് ആൻസർ എത്രയാണ്? 23/63 അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ 63 ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇത് 7/7 ആക്കാം. മീൻസ് 7/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 9/9 കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെയാണെങ്കിൽ ആൻസർ തന്നെയാണ് വരിക. നോക്ക്, 7 2s are 14 അല്ലേ? 9 1s are 9 ഡിവൈഡ് ബൈ, ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. 9 7s are 63 ആണ്, 7 9s are 63 ആണ്. ഇതാ അതേ ആൻസർ തന്നെ വരിക. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ, അതായത് 8ലേക്ക് ഇപ്പോൾ 2നെ 8ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, അല്ലെങ്കിൽ 3നെ 12ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതിനൊക്കെ എന്ത് ചെയ്യുക? അങ്ങനെ മാറ്റിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കി ആഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രാക്ഷൻ ടൈപ്പ് അഡീഷൻസ് ആയിരിക്കും നമുക്ക് എൻട്രൻസ് എക്സാമിൽ കൂടുതലായിട്ടും കാണാൻ പറ്റാറ്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അഡീഷൻ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി സബ്ട്രാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ സബ്ട്രാക്ഷൻ ഇതേപോലെ തന്നെ, വേറെ ഒന്നും കാര്യമായിട്ട് പറയാനില്ല. സബ്ട്രാക്ഷൻ ആലോചിച്ച് നോക്ക്. 1/3 - 9. ഓക്കെ, 1/3 ആണോ 1/9 ആണോ വലുത് എന്നുള്ള ഡൗട്ടൊന്നും ഇല്ലല്ലോ. 1/3 തന്നെയാണ് വലുത് അല്ലേ? 3ൽ 1 പാർട്ട്, മറ്റേത് 9ൽ 1 പാർട്ടാണ്. മീൻസ് അപ്പം എന്തായാലും ഇത് തന്നെയാണ് വലുത് എന്നുള്ളൊരു ലോജിക്ക് വേണം കേട്ടോ. അപ്പോൾ 1/3 - 1/9 ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോടാ. 9 എന്ന് പറഞ്ഞ സാധനത്തിന് ഈ 3 എത്തിച്ചൂടെ? അല്ലേ, ഇതിനെ ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പം ഈ ഫസ്റ്റത്തെ ടൈമിനെ 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വന്ന്? 3 × 1 3 അല്ലേ? ഇനി നോക്ക്, ഡിനോമിനേറ്റർ എന്തായി? 3 × 3 9. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? ഇനി ഡയറക്റ്റ് ന്യൂമറേറ്റർ എന്തും ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആയ ന്യൂമറേറ്റർ എന്തും ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 - 1 2 ബൈ കോമൺ ഡിനോമിനേറ്റർ 9 കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിക്കോ. 1/9 - 1/54. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുള്ള പ്രശ്നം എന്താ അറിയോ? 54 - 9/54 × 9 ഒക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ എന്താ പ്രശ്നം? 54 -9/54 × 9 എന്നൊക്കെ ചെയ്യേണ്ടി വരും. മീൻസ് ഇതൊക്കെ തന്നെ നമുക്ക് എന്തായി? ബുദ്ധിമുട്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മീൻസ് ഇതിനെ 54ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എളുപ്പം. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഇതിനെങ്ങനെ 54ലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇത് 54 ആണ്. 9 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 54 വരിക? 6 9s are 54. അങ്ങനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വന്നടാ? 6 × 1 6 അല്ലേ? താഴെ 9 × 6 54. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആയിപ്പോൾ 54 എന്ന് പറഞ്ഞൊരു കോമൺ ഡിനോമിനേറ്റർ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ? 6 - 1 ആണ്. അപ്പോൾ 6 - 1 എത്രയാണ്? 5. 5/54 ആണ്. അപ്പോൾ എന്ത് വരടാ? ആൻസർ വരിക. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അതവിടെ കഴിഞ്ഞു. ഇനി ഇതാ 1/2 - 1/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര? 3 - 2/3 × 2 6. അങ്ങനെയാണ് എത്ര വരിക? 1/6. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പം ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമുക്ക് അറിയുന്നതായിരുന്നു അല്ലേ? ഇനി മൾട്ടിപ്ലിക്കേഷനും നമുക്ക് അറിയാം, പക്ഷേ ഈ ഡിവിഷനാണ് നിങ്ങൾ കൂടുതലും ആൾക്കാർ എന്ത് ചെയ്യുന്നത്? തെറ്റിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഇതാ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. 2 ഫ്രാക്ഷൻ അല്ലെങ്കിൽ 2 ഫ്രാക്ഷൻസിൻ്റെ ഡയറക്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുന്നതാണെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വേറെ ഒന്നുമില്ല. നോക്കിക്കോ, അപ്പോൾ 1/3 × 18/27 ചെയ്യാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട. അതെന്താ? 1 × 18 ചെയ്യുക, 3 × 27 ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/3 × 18/27 ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഇപ്പം തന്നെ ചെയ്യാടാ. ഇതെന്തായാലും മൾട്ടിപ്ലൈ അല്ലേ? അങ്ങനെയാണെങ്കിൽ 3യും 18 ഇപ്പം തന്നെ കട്ട് ചെയ്യാം. എത്ര വരിക? 3 6 are 18 വരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ 6/27 ആണ് എന്താടാ ആൻസർ വരിക. ഓക്കെ, ഞാൻ അടുത്തത് 1/2/1/5 ആലോചിച്ച് നോക്ക്. 1 × 1 1 ആണ്. 5 × 2 10 ആണ്. ഓക്കെ, ഇത്ര മാത്രമുള്ള പരിപാടി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാത്തൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഡിവിഷനിലേക്ക് കടക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് സംശയം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിവിഷനിൽ ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ 1/3/8 1/3/8. പെട്ടെന്ന് ഒരാളോട് 1/3/8 എത്ര ചോദിച്ചാൽ അയാൾ പറയാൻ പോണ ഉത്തരം 8/3 ആണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ എന്താണ് 8/3 പറഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, 1/3/8 എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും എന്താ? 1/3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോമിൽ ഡിവിഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, a/b/c/d ഡിവൈഡ് ചെയ്യാണ്. അതായത് വിച്ച് മീൻസ് 2 ഫ്രാക്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ മോളിൽ കാണുന്ന ഭാഗമില്ലേ, a/b ഇല്ലേ, അത് അതേപോലെ തന്നെ എടുത്ത് എഴുതുക. മുകളിൽ കാണുന്ന a/b അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഈ താഴെയുള്ള c/d ഇല്ലേ, അത് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് റെസിപ്രോക്കൽ? തല തിരിച്ചിടുക അല്ലേ? തല തിരിച്ചിടുക. അങ്ങനെയാണെങ്കിൽ d/c. ഇതൊക്കെ ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞു തരുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മളെ ചാനൽ ലൈവ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇനി മുന്നോട്ട് ഇതേപോലത്തെ മാത്സ് ബേസിക്സ് പോവുകയാണെങ്കിലും ഒന്നും ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ നിൽക്കില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മളങ്ങ് എഴുതി പോവായിരിക്കും ഇപ്പോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ലെവൽ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, a/b/c/d ഫോമിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ a/b അല്ലെങ്കിൽ ഈ ന്യൂമറേറ്റർ പാർട്ടിനെ, അതായത്
മുകളിൽ കിടക്കുന്ന ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, താഴെയുള്ള ഫ്രാക്ഷൻ എന്താണ് റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. നോക്കൂ ശ്രദ്ധിച്ചോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മൾ എന്താ 1/3/8 ആണ് വരുന്നത്. 1/3/8 ആണ് വരുന്നത്. ഇതിന് ആൻസർ ശരിക്കും 1/24 ആണ്. 1/24 നോക്കൂ, അത് എങ്ങനെയാണെന്ന് നോക്കോ. 1/3/8 എന്ന് പറയുമ്പോൾ വെറുതെ ഒരു നമ്പർ കിടക്കുന്നുണ്ട്, ആരാ 8. അതിൻ്റെ താഴെ ഒരു 1 ഇട്ട് കൊടുത്തോണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാനില്ല അല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്കിതാ ആ ഒരു ഫോമുല ആയില്ലേ 1/3/8/1 വിച്ച് ഇസ് a/b/c/d ഫോമുല അല്ലേ. ഇനി എന്ത് ചെയ്യാം, ആ ന്യൂമറേറ്റർ പാർട്ട് അല്ലെങ്കിൽ ന്യൂമറേറ്റർ പാർട്ട് എന്ന് പറയരുത്, മീൻസ് ഈ മുകളിലെ ഫ്രാക്ഷൻ അല്ലേ, മുകളിലെ ഫ്രാക്ഷൻ അതേപോലെ എടുത്ത് എഴുതിയിട്ട് താഴെയുള്ള ഈ ഒരു ഫ്രാക്ഷൻ ഇല്ലേ അതിൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാ അതേപോലെയല്ലേ ചെയ്തേ, a/b അതേപോലെ എഴുതി താഴെയുള്ള c/d-നെ d/c ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എത്ര വരിക 1/24. ഭൂരിഭാഗം പേര് ചിലപ്പോൾ ഇത് 8/3 എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോ. അടുത്തത് 2/1/3. ഇതെങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, ഒറ്റയ്ക്ക് കിടക്കുന്ന ആളാരാ 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ താഴെ ഒരു 1 ഇട്ട് കൊടുക്കാം. 2ൻ്റെ താഴെ ഒരു 1 ഇട്ട് കൊടുക്കുക, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇതിപ്പോൾ എങ്ങനെയാണ് 2/1 ഇൻറ്റു ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 3/1 = എത്രയാടാ 6. ഇനി നിങ്ങൾ കാണുമ്പോഴേ ഇത് പറയാൻ പറ്റണം, അല്ലെങ്കിൽ എന്താണ് ഇതേപോലെ ഇങ്ങനെ എപ്പോഴും എഴുതി വെക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളെ സ്പീഡ് നിങ്ങൾ തന്നെ കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ വരുന്നതെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ 1/3/8 അല്ലേ ഇപ്പോൾ നമ്മളോട് ചോദിച്ചേ, 1/3/8 അല്ലേ ചോദിച്ചേ. അപ്പം ഇങ്ങനെയുള്ള ഫസ്റ്റത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ കാണുകയാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ താഴത്തേക്ക് പോകും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പം ഇവിടെ ഒരു 1/3/8 ചോദിച്ചു, അങ്ങനെയാണ് മുകളിലൊരു മീൻസ് മുകളിലെ ഫ്രാക്ഷനിൽ ഒരു ഡിനോമിനേറ്റർ ഒരു അധികം കിടക്കുന്ന പോലെ തോന്നില്ല, അതിനെ വേണമെങ്കിൽ എടുത്ത് താഴത്തോട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ 1/3 × 8 1/24 അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ 2/1/3 ഇല്ലേ, താഴത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ മുകൾക്കാ പോവുക. ഓക്കെ, മുകളിലത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ താഴേക്കാ വരിക. അങ്ങനെ ചിന്തിച്ചാൽ മതി. മുകളിലത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ താഴേക്ക് വരും, താഴത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ മുകൾക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്ക്, 2 ഇൻറ്റു താഴത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ മുകൾക്ക് പോയി, 2 × 3 എത്രയാ 6. അങ്ങനെ ആലോചിച്ചാൽ മതി. മീൻസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ നിൽക്കരുത്, വെറും എന്താണ് ടൈം അവിടെ പോവുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എന്താണ് 1/3/8 എന്ന് പറയുകയാണെങ്കിൽ മുകളിലത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ താഴേക്കാണ് പോവുക. അപ്പം ഈ 3 താഴത്തേക്കുള്ളതാണ്. അങ്ങനെയാണ് 1/8 × 3 1/24. ഓക്കെ, ഈ 2/1/3 ചെയ്തപ്പോഴോ 2/1/3 പറഞ്ഞപ്പോൾ താഴത്തെ ടേമിൻ്റെ ഈ ഒരു ഡിനോമിനേറ്റർ അല്ലേ, താഴത്തെ ടേം അല്ലേ, താഴത്തെ ആ ഫ്രാക്ഷൻ്റെ ഈ ഡിനോമിനേറ്റർ മുകൾക്കാണ് പോവുക. അങ്ങനെയാണ് 2 × 3. പ്രശ്നമില്ലല്ലോ. അപ്പം ഇങ്ങനെ വേണേൽ ചിന്തിച്ച് വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാമെന്നൊന്ന് ഓർക്കുക, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാമെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഇതാ അടുത്തത് 12/15/24/30. 12/15/24/30 ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 12/15 ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് അങ്ങനെയൊക്കെ ചെയ്യാം. 12/15 അതായത് മുകളിലത്തെ ആൾ അതേപോലെ തന്നെ എടുത്തെഴുതി താഴത്തെ ആളെ റെസിപ്രോക്കലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 12ഉം 24ഉം കട്ട് ചെയ്താൽ 2 വരും, 15ഉം 30ഉം കട്ട് ചെയ്താൽ 2 വരും, 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നോക്കിക്കോ, ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും കട്ട് ചെയ്യാൻ പറ്റും. 12/24 എത്രയാണ് മീൻസ് ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ്. ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, 12 കൊണ്ട് 24 ഉണ്ട്. 12 24 2 പ്രാവശ്യം പോകും, കട്ട് ചെയ്യാം. 15 30ലും 2 പ്രാവശ്യം പോകും. അങ്ങനെയാണെങ്കിൽ 2/2 താഴെ ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോയാൽ 1 ആയി. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ ന്യൂമറേറ്ററും കട്ട് ചെയ്യാം, ഇതിൻ്റെ ഡിനോമിനേറ്ററും കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ മുകളിലത്തെ ഫ്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈയും ചെയ്യാം. ഈ ന്യൂമറേറ്റർ ഈ ഡിനോമിനേറ്ററും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈയും ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും എന്താണ് ഈ ഡിനോമിനേറ്ററും ഈ ന്യൂമറേറ്ററും കട്ട് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? ഒന്നില്ലേ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ന്യൂമറേറ്ററും കട്ട് ചെയ്യാം, ഇതിൻ്റെ ഡിനോമിനേറ്ററും കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു കൺവീനിയൻസ് ആണ്, എങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് സിമ്പിൾ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിനെ പറ്റി ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഉണ്ട്. നിങ്ങൾ കൂടുതലും തെറ്റിക്കുക ഡിവിഷൻ ആയിരിക്കും അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ എന്താണ് അടുത്തത് ഡെസിമൽസിലേക്കാണ് നടക്കുന്നത്. ഡെസിമൽസിൽ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഡെസിമൽസിൽ നമ്മൾ എന്താണ് എളുപ്പം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഡെസിമൽസ് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇങ്ങനെ എഴുതാൻ പറ്റുന്ന സംഭവങ്ങൾ. അതായത് എന്താണ് A.B അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എന്തോ ഒരു പോയിന്റ് ഇട്ട് എഴുതാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളില്ല. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസിമൽസ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ 3.2 ഒരു ഡെസിമൽ അല്ലേ, ഡെസിമൽ നമ്പേഴ്സ് അല്ലേ. ഓക്കെ, 1.67 ഒരു ഡെസിമൽ നമ്പർ അല്ലേ, 25.824 ഇതൊക്കെ എന്താണ് ഡെസിമൽ നമ്പേഴ്സ് ആണ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതേപോലെ തന്നെ ഡെസിമൽസിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നോക്കിക്കോ. അഡീഷൻ്റെ കാര്യം പറയാം. അഡീഷൻ ഒന്നും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയുന്ന കാര്യമായതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പറയാനില്ല. നോക്കിക്കോ, 3.47 + 2.91 ആണ് ആഡ് ചെയ്യുന്നത്. 7 + 1 എത്രയാ 8. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4ഉം 9ഉം ആഡ് ചെയ്ത് എത്ര വരിക 13 ആണ് വരിക.
ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 3യും 2 ആഡ് ചെയ്താൽ 5 6.38 ആണ് വരിക. ഇതൊന്നും സംശയം ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് 2.5 പ്ലസ് 3.009 3.009 പ്ലസ് 2.5 2.5 അല്ലേ, ഇതെവിടെ എഴുതും അല്ലേ, പ്രശ്നമില്ലല്ലോ, ഇവിടെയാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ 9 ഇവിടെ താഴെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, താഴെ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ 9 തന്നെ. ഇവിടെ 0 ആണ്, 0യും 0 ആഡ് ചെയ്താൽ 0 തന്നെ. ഇവിടെ 0യും 5ഉം ആഡ് ചെയ്താൽ അപ്പോൾ എത്ര വരിക? 5 അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 + 2 5. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 5.509. ഇത് പ്രശ്നമൊന്നുമില്ല അല്ലേ. ഡെസിമൽസ് ആഡ് ചെയ്യുന്നതിന് അപ്പം എന്താണ്, യാതൊരു പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ഈ ഡെസിമൽസ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഡെസിമൽസിന് സബ്ട്രാക്ഷൻ നോക്കാം. 12.9 മൈനസ് 3.497 എന്താണ്? 12.9 മൈനസ് 3.497. ഇതെങ്ങനെ ഞങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക? 7ഉം 9ഉം ആദ്യം താഴത്തേക്ക് കണ്ട് ഇറക്കിയിടുമോ? ഇല്ല, അത് പാടില്ല, അത് തെറ്റാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം 12.9 ഉണ്ട്, അവിടുന്ന് 3.497 ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 0 ഇടണം, അവിടെ 2 0 ഇടണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? സബ്ട്രാക്ട് ചെയ്യാൻ കേട്ടോ. അവിടെ 2 0 ഇട്ടിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി സബ്ട്രാക്ട് ചെയ്ത് പറ, ഇതെത്ര വരിക? 7 ആണ്. 0ന് 7 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇതെത്രയായി? 10 അല്ലേ. അപ്പം ഇത് 9, ഇതെത്രയായി? ഇത് 8 അല്ലേ. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ്? 12 - 3 9 ആണ്, 8 - 4 4 ആണ്. മീൻസ് ഈ ഒരു ഓർഡർ ചെയ്ത് വന്നു കേട്ടോ. ഇത് ഇവിടെ ഒരു 0 വരും, ഇവിടെ എത്ര വരും? 3 വരും. അപ്പം 9.403 ആണ് എന്ത് വരിക? ആൻസർ വരിക 9.403. പ്രശ്നമല്ലോ. ഇനി അടുത്ത് നോക്കിക്കോ, 18.07 മൈനസ് 12.9 അല്ലേ. 18.07 മൈനസ് 12.9 ഇത് നോക്കിയോ, ഇതാ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്ത്. ഓക്കെ, നോക്കിക്കോ, 7ന് 0 കുറച്ചാൽ എത്രയാ? 0 മീൻസ് 7ന് 0 കുറച്ചാൽ എത്ര വരിക? 7 തന്നെ അല്ലേ. ഇനി ഇവിടെ എന്തായി? 10 അല്ലേ. ഇവിടെ എത്രയായി? 8 ഒന്ന് അങ്ങോട്ട് കൊടുത്തോണ്ടല്ലേ ഇതെങ്ങനെ വന്നത്, അപ്പോൾ 7 ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, 17 - 12 5 വന്നല്ലേ. പിന്നെ 10 - 9 5.17. ഇത്രയും സംഭവങ്ങളുള്ളൂ. ഓക്കെ, സബ്ട്രാക്ഷനിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, 12.9 അതായത് ഇവിടെ ഒരു ഡെസിമൽ പ്ലേസിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനേക്കാൾ ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ 0 ഇട്ട് കൊടുത്തിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ കേട്ടോ. ഇവിടെ പിന്നെ പ്രശ്നമില്ല, 18.07 ഉണ്ട്, 12.9 ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ എഴുതുള്ളൂ. ആ 7 നേരത്തെ താഴത്തോട്ടും പോകും, പിന്നെ 10 - 9 1 എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല, പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾ എന്താണ് അതും തെറ്റിച്ച് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഡെസിമൽസിൻ്റെ അഡീഷൻ കുഴപ്പമില്ല, ഡെസിമൽസിൻ്റെ സബ്ട്രാക്ഷൻ കുഴപ്പമില്ല. ഇനി ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും അറിയാം, എന്നിട്ട് നമുക്ക് ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ ഡെസിമൽസിൻ്റെ ഡിവിഷനിലേക്കും കടക്കാം. അപ്പോൾ നോക്കിക്കോ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ഡെസിമൽസിനെ കുറിച്ച്. നോക്കിക്കോ, ഇപ്പോൾ 0.431 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട് വിചാരിക്കും. ആ 0.431 വേണമെങ്കിൽ എനിക്ക് 431/1000 എന്ന് എഴുതിക്കൂടെ? 431/1000 എന്ന് എഴുതാം, പ്രശ്നമില്ലല്ലോ. മീൻസ് 431/1000 ചെയ്താലല്ലേ 0.431 വരിക, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1000 10⁻³ അല്ലേ. അങ്ങനെയാണെങ്കിൽ 431/10⁻³ എന്ന് എഴുതിക്കൂടെ? 10⁻³ എന്ന് എഴുതാം. ഇങ്ങനെ താഴെ 10⁻³ വരാണ്, അത് മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ ആവും. നിങ്ങൾക്ക് അറിയാലോ, എക്സ്പോണൻസിൽ നമ്മൾ പറഞ്ഞതല്ലേ. ഓക്കെ, അങ്ങനെ 10⁻³ താഴെ 10⁻³ മുകളിലേക്ക് പോകണമെങ്കിൽ 10⁻³ ആവും. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 0.431 ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റും. 431 × 10⁻³ എന്ന് എഴുതാൻ പറ്റും. പ്രശ്നമുണ്ടോ? 0.431 431 × 10⁻³ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 431 × 10⁻³ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശരിക്കും? ഇവിടെ ഒരു ഡെസിമൽ ഉണ്ടായിരിക്കാം, ഇവിടെ ഒരു ഡെസിമൽ 431 കഴിഞ്ഞിട്ടൊരു ഡെസിമൽ ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നോടാ? ഇവിടെ മൈനസ് അല്ലേ കാണുന്നത്, 10⁻³ അല്ലേ. മൈനസ് കണ്ടാൽ ബാക്കോട്ട് നീക്കുക ഡെസിമലിന്. മൈനസ് കണ്ടാൽ ഡെസിമലിന് എന്ത് ചെയ്യുക? ബാക്കോട്ട് നീക്കുക. ഇവിടെ ഇനി മൈനസ് ഇല്ല, പ്ലസ് അവിടെ കൊടുക്കൂല, മീൻസ് +3 എന്നൊന്നും കൊടുക്കൂല. ഇനി വെറും 3 ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ ഡെസിമലിനെ മുന്നോട്ട് നീക്കുക. അതാണ് ലോജിക്ക് കേട്ടോ. അപ്പോൾ 431 × 10⁻³ എന്തെങ്കിലും ആണ് കാണുന്നതെങ്കിൽ ആ മൈനസിൻ്റെ അർത്ഥം ഈ ഡെസിമൽ പ്ലേസിൽ നിങ്ങൾ ബാക്കോട്ടാണ് നീക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ 431 × 10⁻² എന്തോ ആണ് കാണുന്നുണ്ടെങ്കിൽ ഈ ഡെസിമലിനെ നിങ്ങൾ മുന്നോട്ടാണ് നീക്കേണ്ടത്. ഓക്കെ, അപ്പം മൈനസ് വന്നാൽ ബാക്കോട്ട്, ഇവിടെ മൈനസ് ഇല്ല പ്ലസ് ആണെങ്കിൽ മുന്നോട്ട്. ആ ഒരു ലോജിക്ക് ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 431 × 10⁻³ പറഞ്ഞാൽ ഇതാ 0.431 ആവുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, അതിനെ 3 പ്ലേസ് ബാക്കോട്ട് ആക്കുന്നു. 1 2 3, അപ്പോൾ എത്രയായി? 0.431. മനസ്സിലായോ? അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ആ ഐഡിയ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ഇതാ താഴെ ഒരു ക്വസ്റ്റ്യൻ പോലെ നോക്കാം. ഇത് നോക്കിക്കോ, ഇവിടെ ഞാൻ ഒരു നമ്പർ തന്നിട്ട് 24.8472 അല്ലേ. 25.8472 പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിയായിരിക്കും, 258472 എന്ന് എഴുതി. ഓക്കെ, ഇനി അതിനെ ഇതാക്കണമെങ്കിൽ 10⁻³ എത്ര എഴുതണം? 10⁻³ എത്ര എഴുതണം? അതായത് ഈ ഒരു നമ്പർ 258472നെ 25.8472 ആക്കുകയാണെങ്കിൽ × 10⁻³ എത്ര എഴുതണം? ആലോചിച്ച് നോക്കും.
ഇവിടെയാണ് ഇപ്പോൾ ഡെസിമൽ ഉള്ളത്, 2 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ ഉള്ളത്. ഇനി നമുക്ക് ഡെസിമലിന് ഇത് ഇവിടെ എത്തിക്കണം അല്ലെ, ഇവിടെ ഉള്ള ഡെസിമലിന് ഇവിടെ എത്തിക്കണം. അപ്പോൾ എത്ര പ്ലേസ് ബാക്കോട്ട് നിൽക്കണം? 1 2 3 4 അല്ലേ. അപ്പോൾ 10⁻⁻⁴. അറിയില്ലേ? മനസ്സിലായില്ലേ? ഐഡിയ മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണ് അടുത്ത നോക്കിക്കോ. 25847.2 അല്ലെങ്കിൽ 25,847.2 ഉണ്ട്. ഓക്കെ, അതിനെ 25 പോയിന്റ് എന്നുള്ള രീതിക്ക് ആക്കണമെങ്കിൽ ഇനി 10 എത്ര ചെയ്യേണ്ടി വരും? 10 എത്ര ചെയ്യേണ്ടി വരും? ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് ഇപ്പോൾ ഡെസിമൽ ഉള്ളത്. നമുക്ക് ഡെസിമലിന് എവിടെ എത്തേണ്ടത്? ഇവിടെ എത്തിക്കേണ്ടത്. ഓക്കെ, അവിടെ എത്തിക്കല്ലേ വേണ്ടതാ, 25 പോയിന്റ് അല്ല നമ്പർ. ഓക്കെ, അങ്ങനെയാണ് ഈ ഡെസിമൽ പ്ലേസിന് ഇവിടെ എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആകണമെങ്കിൽ 10⁻⁻ എത്രയാവണം? ആലോചിച്ച് നോക്ക്. 10⁻⁻ ആയിരിക്കണോ പ്ലസ് ആയിരിക്കണോ? മൈനസ് ആയിരിക്കണം, കാരണം ഇവിടെ ഉള്ള ഡെസിമലിന്റെ ബാക്കോട്ടാണ് നിൽക്കേണ്ടത്. അപ്പം മൈനസ് ആണ്. ഇനി എത്ര പ്ലേസ് നീക്കണം? 1 2 3. അപ്പം ഇതും എന്തായി? ഇപ്പം സെയിം ആയി അല്ലേ. ഇപ്പം ഇതും സെയിം ആയി, ഇതും സെയിം ആയി, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. 2584.72 ഉണ്ട്. അതിനെ നോക്കിക്കോ, 25.84 എന്നുള്ള മീൻസ് 25.8472 എന്നുള്ള രീതിക്ക് ആക്കണേ 10 എത്ര എഴുതേണ്ടി വരും? എന്തായാലും 10⁻⁻ ആണ്, കാരണം ഇത് ബാക്കോട്ട് നീക്കിയാലേ ഇത് ഇവിടെ എത്തുള്ളൂ. ബാക്കോട്ട് ഇനി എത്ര പ്ലേസ് നീക്കണടാ? 1 2 10⁻². ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. അപ്പം 258.472 എന്നുള്ള രീതിയിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഡെസിമലിനെ മീൻസ് ഇതേപോലെ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10⁻⁻ ആയിരിക്കുമോ പ്ലസ് ആയിരിക്കുമോ? 10⁻⁻ ആയിരിക്കണം, കാരണം ഡെസിമലിനെ നമ്മൾ ഇപ്പോഴും ബാക്കോട്ട് നീക്കിയാലേ ഇവിടെ എത്തുള്ളൂ അല്ലേ. അപ്പോൾ ബാക്കോട്ട് നീക്കണം. എത്ര പ്ലേസ്? 1 പ്ലേസ്. അങ്ങനെ 10⁻⁻1. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തായി? ഇതിന് ഈക്വലായി അല്ലേ. ഇനി അടുത്ത് നോക്കിക്കോ. 25.8472 × 10 മീൻസ് ഇതും എന്താണ്? സെയിം ആണ്. അപ്പോൾ 10⁻0 എന്താ? 0. 10⁻0 പറഞ്ഞാൽ ഇനി നമ്പർ റേസ് ടു 0 1 നമ്മൾ പഠിച്ചിരുന്നു തൊട്ട് മുന്നത്തെ മാത്സ് ബേസിക്സിൽ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 25.8472 × 10⁻0 എന്ന് വേണമെങ്കിൽ എഴുതാം അതിനെ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. അപ്പം ഇതൊക്കെ എന്തായി പോയി? ഇപ്പോൾ ഇതൊക്കെ എന്ത് കിട്ടി? ഇതൊക്കെ നമ്മൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് മീൻസ് ഈ നമ്പറിനെ ഇക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്പോണൻറ്റിൻ്റെ ഹെൽപ്പോടെ നമ്മൾ എഴുതി അല്ലേ. ഈ നമ്പറിനെ നമ്മൾ ഇക്വലൻ്റ് ആയിട്ട് ഈ എക്സ്പോണൻസിൻ്റെ പവറോടെ മീൻസ് എക്സ്പോണൻസിൻ്റെ ഹെൽപ്പോടെ നമ്മൾ എഴുതി. പ്രശ്നമില്ലല്ലോ? പ്രശ്നമില്ല. ഇനി നോക്കിക്കോ, അടുത്തത് ഇതാ 2.58472നെ 25.8472 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? × 10⁻² എന്താ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്ക്. 10⁻+ ആണോ 10⁻⁻ ആണോ? ആലോചിക്കുക. 10⁻+ ആയിരിക്കില്ലേ, കാരണം ഇവിടെയാണ് ഡെസിമൽ ഉള്ളത്. പക്ഷേ ഈ നമ്പർ ആക്കണമെങ്കിൽ നമുക്ക് ഡെസിമൽ 1 പ്ലേസ് മുന്നോട്ടാണ് നീക്കേണ്ടത്. മുന്നോട്ട് നീക്കുക എന്ന് പറയുമ്പോൾ അത് പ്ലസ് ടേം ആയിരിക്കും, മൈനസ് ആയിരിക്കില്ല അല്ലേ. ഈ മുന്നോട്ട് എത്ര നീക്കണം? ഇവിടെയുള്ള ഡെസിമലിന് ഒരു പ്രാവശ്യം നീക്കാൻ മതി. അങ്ങനെ 10⁻1. കുഴപ്പമില്ലല്ലോ. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെയാണ് അടുത്ത് നോക്കിക്കോട്ടെ. 0.25847 ഉണ്ട്. ഓക്കെ, × 10⁻² എത്ര ചെയ്താലാണ് ഈ ഒരു ഫോമിലാക്കാൻ പറ്റുക? ഈ ഒരു ഫോമിൽ എങ്ങനെ ആക്കാൻ പറ്റും? നോക്കിക്കോ, ഇതിനെ ഇവിടെ എത്തിക്കണം. അപ്പം 10⁻+ ടേമാണ്, മുന്നോട്ടാണ് ഡെസിമൽ നീക്കേണ്ടത്. അത് എത്ര പ്രാവശ്യം നീക്കണം? 1 2. അങ്ങനെ 10⁻². ഓക്കെ, അടുത്ത അപ്പം എത്ര ആയിക്കോട്ടെ? 1 2 3 10⁻3. അടുത്തത് 1 2 3 4 10⁻4. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനിലേക്കും ഡിവിഷനിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. ഓക്കെ അല്ലേ. ഇതാ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലേക്ക് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോ. കുറേ എളുപ്പമാക്കി തരാം അത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നോക്കിക്കോ, 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 1/5 എന്ന് എഴുതാം. 0.2നെ നമുക്ക് 1/5 എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. 0.2നെ നമുക്ക് എന്ത് ചെയ്യാം? 1/5 എന്ന് എഴുതാം. 0.2നെ നമുക്ക് 1/5 എന്ന് എഴുതാം. 0.4നെ നമുക്ക് 2/5 എന്ന് എഴുതാം. 0.5നെ നമുക്ക് 1/2 എന്ന് എഴുതാം. 0.6നെ നമുക്ക് 3/5 എന്ന് എഴുതാം. 0.75നെ നമുക്ക് 3/4, അതായത് എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ എഴുതാം. 0.33 നമുക്ക് 1/3 എന്ന് എഴുതാം. 0.66ന് നമുക്ക് 2/3. 0.66 ആവണമെന്നില്ല, 0.67 ആണെങ്കിലും നമുക്ക് 2/3 എന്ന് എടുക്കാം. കാരണം നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും ഒക്കെ വരുന്ന ചില മീൻസ് ഡെസിമൽ നമ്പേഴ്സൊക്കെ ഇതായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 13.67 × 1.5 ഒക്കെ ആയിരിക്കും വരിക. അപ്പം 0.67 എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നൊരു ഐഡിയ കിട്ടുക, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പോൾ 0.25ന് നമുക്ക് 1/4 ഭാഗം 1/4 ആണ് അല്ലേ. 1.33 നമുക്ക് 4/3 എന്ന് എഴുതാം. പിന്നെന്താണ്, ഇത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് നമ്മളുടെ ഈ പാഠം തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പോളി അറ്റോമിക് ഗ്യാസസിൻ്റെ ഗാമയൊക്കെ കണ്ടിട്ടില്ലേ? 1.33 അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ 1.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുള്ളതാണ്. 2.5 5/2 എന്ന് എഴുതാം. 0.125നെ 1/8 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് നോക്ക്, എന്നിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാടാ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ
0.2 എന്ന് പറഞ്ഞാൽ 1/5 ആണ്, 0.4 എന്ന് പറഞ്ഞാൽ 2/5 ആണ്, 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 0.6 എന്ന് പറഞ്ഞാൽ 3/5 ആണ്, 0.75 എന്ന് പറഞ്ഞാൽ 3/4 ആണ്, 0.33 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, 0.66 എന്ന് പറഞ്ഞാൽ 2/3 ആണ്, 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്, 1.33 എന്ന് പറഞ്ഞാൽ 4/3 ആണ്, 1.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/2 ആണ്, 2.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5/2 ആണ്, 0.125 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/8 ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആവാൻ പോവാം. 12 into 0.67 എത്രയാടാ? 0.67 എന്ന് പറഞ്ഞാൽ 2/3 അല്ലേ? അങ്ങനെയാണ് 12 into 2/3 അല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 12 into 2/3 എത്രയാ? 12 into 2/3 എത്രയാ? 3 into 12 അങ്ങോട്ട് കട്ട് ചെയ്ത് 4 into 2. ഇതിന് ആൻസർ 8 ആണ്. വേറെ ഒന്നും പറയാനില്ല. ഇതിന് ആൻസർ എത്രയാണ്? 8 ആണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കേ അങ്ങോട്ടൊക്കെ എഴുതാം. 8 ആണ്. ഇത് എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, എന്നൊക്കെ ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഇത്ര പോലെ. ഓക്കെ, അങ്ങനെയാണ് നോക്കിക്കോ. നമ്മളിതാ ഓരോന്നോരോന്നപ്പോൾ സോൾവ് ചെയ്യാൻ നോക്കിക്കോ. ഇതിനെ നോക്കിക്കോ, 12 into എന്ത് എഴുതാടാ? 0.67 അല്ലെങ്കിൽ 0.66 എന്നൊക്കെ പറഞ്ഞാൽ 2/3 നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 3 into മീൻസ് 3 12 4 times ആവും. 4 into 2. ഇതിന് ആൻസർ 8 ആണ് അപ്പോൾ വരിക. ആൻസർ 8 ആണ് വരിക. ഓക്കെ, ഇനി അടുത്തത് 15 into 0.4. ഇത് രണ്ട് രീതിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഐഡിയയിൽ വേണേൽ ചെയ്യാം. 0.4 എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.4 വേണേൽ നമുക്ക് 2/5 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും അറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? 15 into 0.4 അല്ലേ, ഇതിനെ വേണേൽ 4/10 എന്ന് എഴുതാം. മീൻസ് നിങ്ങൾ ആ ഡെസിമൽ അങ്ങോട്ട് ഒഴിവാക്കുക. ഐദർ 10 മൾട്ടിപ്ലൈ ചെയ്യുക, മീൻസ് 10 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ നടക്കില്ല, അവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നടക്കുള്ളൂ. അതായത് ഫ്രാക്ഷൻസ് ഒക്കെ മീൻസ് ഇത് ഡിവിഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 3.4/4.8 ഒക്കെ വരായിരിക്കും. അപ്പോൾ 3.4/4.8 വെച്ചിട്ട് കളിക്കരുത്, into 10/10 അങ്ങ് ചെയ്യാം. മീൻസ് ഈ ഡെസിമലിൽ മാക്സിമം അങ്ങോട്ട് ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവിഷനൊക്കെ ചെയ്യാം. ഓക്കെ, എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് എളുപ്പം ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 15 into 4/10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതാ 10ഉം 15ഉം കട്ട് ചെയ്തിട്ട് എത്ര വരും? 5 2 times പോവും, 5 3 times പോവും, 3 4s are 12, 12/2 6. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത് പഠിപ്പിച്ചത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നോക്കിക്കോ, 15 into 0.4 എന്ന് കണ്ടാൽ എന്താടാ? 2/5 ആണ്. 2/5 ആണ്. 5 3s are 15, 3 into 2 6 കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത് അല്ലേ? ഈ 0.125 into 24 അല്ലേ? 0.125 എന്ന് പറഞ്ഞാൽ 1/8 ആടാ. 1/8. അപ്പോൾ 1/8 into 24 എത്ര വരിക? 3 കഴിഞ്ഞു, കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 7.4 into 25 അല്ലേ? 7.4 into 25. അപ്പോൾ 7.4 എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ 0.4 എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. 0.4 2/5 ആണ്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യടാ. 7.4നെ 7 plus 0.4 എന്ന് എനിക്ക് എഴുതിക്കൂടെ? 7.4നെ 7 plus 0.4 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 7.4 ആയില്ലേ? അങ്ങനെയാണ് 7 plus 0.4 into 25 എന്ന് എഴുതുന്ന പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കടാ, 7 പ്ലസ് ഈ 0.4നെ എനിക്ക് 2/5 എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു എന്താണ്? 25. ഇൻറ്റു 25 അല്ലേ ചെയ്യണ്ടേ? ഓക്കെ, അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യും. 7 plus 2/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 5 7s are 35, 36 37. അങ്ങനെയാണ് 37/5 into 25 എന്ന് വരും. ഓക്കെ, ഈ 25ഉം 5ഉം കട്ട് ചെയ്താൽ ഇവിടെ 5 വരും. അപ്പോൾ 37 into 5 is the answer. 37 into 5. 5 7s are 35, 15 16 17 18. 185 ആണ്. അപ്പോൾ ഇതിൻ്റെ എന്ത് വരിക? ആൻസർ വരിക 185 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലേ? അപ്പം ഇതിനാണ് ഇത് പഠിപ്പിച്ചത് കേട്ടോ. 0.4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2/5 ആണെന്നുള്ള ഐഡിയ ഉണ്ടാവുക. പിന്നെ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡ് ഉണ്ടാവണം. ഇതെത്രയാ? 35ഉം 37ഉം ആണ്. 37/5 ആണ്. 5ഉം 25ഉം കട്ട് ചെയ്തിട്ട് 5 ആണ്. 5 into 37 ആണ് ആൻസർ എന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം കേട്ടോ. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് 2.66 into 15 അല്ലേ? എന്താണ് 2.66 into 15? ഇതെങ്ങനെയാണ് ചെയ്യുക? 2.66 into 15 ആണ് ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യുക, 2നെ പ്ലസ് 0.66 എന്ന് പറഞ്ഞാൽ എന്താ? 0.66 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 അല്ലേ? 2/3 ആണ്. 2 plus 2/3 എന്ന് എഴുതാം അല്ലേ? ഇതാ 2 plus 2/3 into 15. കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്ത് എത്ര വരിക? 3 2s are 6, 6 plus 2 8. അങ്ങനെയാണ് 8/3 into 15 എന്ന് വരും. 8/3 into 15 എന്ന് വരും. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യും. 3ഉം 15ഉം കട്ട് ചെയ്ത് എത്ര വരിക? 5. 5 8s are 40. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? 40 ആണ് വരിക. ഓക്കെ അല്ലേ? 40 ആണ് വരിക. 39.99 ആണെങ്കിലും 40 ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 40 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്തത് 8.75 into 8. ഒന്നുമില്ല, 8 plus 0.75 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/4 ആണ്. 3/4 into 8. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, 32 plus 3 35/4 into 8 എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 8ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ 2 വരും. 35 into 2 70. മീൻസ് നിങ്ങൾ അല്ലാണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഫോർമാറ്റിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ആ ഒരു നമ്പർ ചെയ്ത് നോക്ക്. 3.75 into 1.33 അല്ലേ? എന്താണ്?
3.75 ഇൻറ്റു 1.33. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ, ഇതിപ്പം ഈ മെത്തേഡ് ഒന്നും പഠിച്ചില്ല, ഇപ്പം ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും പഠിച്ചില്ല. അപ്പം ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ ചോദിച്ചാൽ ഒന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, 375 ഇൻറ്റു 133 ചെയ്യുക. എന്നിട്ട് ആലോചിക്കുക, ഇത് 2 പ്ലേസ് ബാക്കോട്ട് നീക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ നീക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു 10⁻²2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഈ ടേമിൻ്റെ കൂടെ അല്ലേ. അതേപോലെ 133 എന്ന് പറഞ്ഞ ടേം അല്ല ശരിക്കുള്ള 1.33 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു 10⁻² മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ 10⁻² ഇൻറ്റു 10⁻², ഒരു 10⁻⁴ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് ഇൻറ്റു 10⁻⁴ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളിത് സിമ്പിളാക്കാൻ പോവാം. നോക്കിക്കോ, 3 + 0.75 അല്ലേ, അങ്ങനെയാണെങ്കിൽ 3 + 0.75 എന്ന് പറഞ്ഞാൽ 3/4 ആടാ. ഓക്കെ, ഇൻറ്റു 1.33 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെ കിട്ടി കഴിഞ്ഞു. നോക്കിക്കോ, അങ്ങനെയാണ് നോക്കിക്കോ, ഇത് സോൾവ് ചെയ്യുന്നു. 4 3 12, 12 + 3 15, 15/4 ഇൻറ്റു 4/3 എത്ര വരിക? 4ഉം 4ഉം കട്ടായിപ്പോയി, 3ഉം 15ഉം കട്ടായിപ്പോയി, 5. ആൻസർ ഇസ് 5. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സോൾവ് മീൻസ് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10⁻⁴ ഒക്കെ ചെയ്ത് കിട്ടുന്നതും നിങ്ങൾക്ക് എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഒരു എൻട്രൻസ് എക്സാമിൽ ഈ ഒരു ടൈപ്പിലേക്കൊക്കെ പ്രോബ്ലം ചെയ്തിട്ട് ശീലിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇനിയിപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് ഒരു കാര്യം ചെയ്യും. 0.9 ഇപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നിട്ടില്ല, അപ്പോൾ അങ്ങനെയാണ് അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. 12 ഇൻറ്റു 0.9 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നു. 12 ഇൻറ്റു 0.9. അങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് 10 എന്തോ ആക്കിയിട്ട് മാറ്റുക. നോക്കിയോ, 12 ഇൻറ്റു 9 എന്ന് ഞാൻ എഴുതി. 12 ഇൻറ്റു 0.9 ആയിരുന്നു എനിക്ക് കാണേണ്ടത്. നോക്ക്, 12 ഇൻറ്റു, ശ്രദ്ധിച്ചോ, 12 ഇൻറ്റു 0.9 ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് 12 ഇൻറ്റു 9 പക്ഷെ അങ്ങനെ ചെയ്താൽ ശരിയാവോ? ഇല്ല, കാരണം 9 അല്ല എനിക്ക് വേണ്ടത്, 0.9. അങ്ങനെയാണ് ഇൻറ്റു ഒരു 10⁻⁻1 ഇട്ട് കൊടുത്താൽ പോരെ. ഇനി ഒരു 10⁻⁻1 ഇട്ട് കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 0.9 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇനി സോൾവ് ചെയ്യുക. 12 ഇൻറ്റു 9 എത്രയാണ് വരിക? അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ നിൽക്കരുത്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ലോജിക്കലി ചിന്തിക്കാം. 12 ഇൻറ്റു 9 അതിൻ്റെ അർത്ഥം എന്താ? 12നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 12നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മുന്നിൽ 2 ആൾക്കാരുണ്ട്. ഞാൻ ഒരാളോട് പറഞ്ഞു 12നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. 12നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 120 അല്ലേ? 12ന് ഒരാളോട് ഞാൻ പറഞ്ഞു 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ വേറൊരാളോട് പറഞ്ഞു 12ന് 1 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. അതിന്ന് ഈ 12ന് 1 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തത് അങ്ങോട്ട് കുറച്ചാൽ പോരെ അല്ലേ? വിച്ച് മീൻസ് 120 - 12 ഇൻറ്റു 1, 120 - 12 ചെയ്താൽ അപ്പോൾ ആൻസർ കിട്ടൂലേ? കിട്ടും, 108 ആയിരിക്കും വരിക. ഓക്കെ, അത് മീൻസ് സംഭവം നിങ്ങൾക്ക് കത്തിയിട്ടില്ലെങ്കിൽ ഇതാ പറഞ്ഞുതരാം. 12 ഇൻറ്റു 9നെ എനിക്ക് വേണം ഇങ്ങനെ എഴുതാം, 12 ഇൻറ്റു 10 - 12 ഇൻറ്റു 1. പ്രശ്നമുണ്ടോ എന്ന് ആലോചിക്കും? പ്രശ്നമുണ്ടോ? ഇല്ല. 12ന് 9 പ്രാവശ്യം എടുത്ത് മൾട്ടിപ്ലൈ ഉണ്ട്. ഞാൻ 12നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് ഒരു 12നെ അങ്ങോട്ട് കുറച്ച്. പ്രശ്നം കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ഇൻറ്റു 10⁻⁻1 ആയി. അങ്ങനെയാണെങ്കിൽ 120 മൈനസ് എത്രയാ? 12 ഇൻറ്റു 10⁻⁻1. 120 - 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 108 വരിക. 120 - 10 എന്ന് പറഞ്ഞാൽ 110. ഇനി ഒരു 2 കൂടെ കുറക്കണം. അപ്പോൾ 108 ഇൻറ്റു 10⁻⁻1 ഈക്വൽ ടു എത്ര വരിക? 10.8. മീൻസ് നമ്മൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ അല്ലെ, ഞാനിത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താലേ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയുടെ നമുക്ക് ഡിവിഷനും കൂടെ നോക്കിയാൽ കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഡിവിഷനും കൂടെ നോക്കിയിട്ട് തന്നെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കുറേ ഐഡിയാസ് പറഞ്ഞത്. 1.5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടിയതാണ് അല്ലേ. അപ്പം അങ്ങനെയാണ് ഇതിപ്പോൾ സോൾവ് ചെയ്യുക. എങ്ങനെയാണ് ഇതിനെ വേണമെങ്കിൽ 1.5നെ നമുക്ക് എന്താണ് 3/2/20 എന്നൊക്കെ എഴുതാം. പക്ഷെ അതിലും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ 15/20 നിങ്ങൾ എഴുത്. 15/20 നിങ്ങൾ എഴുത്. ഓക്കെ, പക്ഷെ 15 ആണോ ശരിക്കും എഴുതേണ്ടത്? അല്ല, 1.5. അങ്ങനെയാണ് ഇൻറ്റു 10⁻⁻1 ലാസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ 15/20 എന്ന് പറഞ്ഞാൽ എത്ര ആളാണ് വരിക? 3/4 ആണ് അല്ലേ. 20ൽ 15 പറഞ്ഞാൽ 3/4 അല്ലേ. മീൻസ് കട്ട് ചെയ്താൽ മതി. 5 വേണേൽ കട്ട് ചെയ്തോ. 5 3s are 15, 5 4s are 20. അങ്ങനെ 3/4 ഇൻറ്റു 10⁻⁻1 കിട്ടി. വിച്ച് മീൻസ് 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. 0.75 ഇൻറ്റു 10⁻⁻1 കൂടെ ഉണ്ട്. വിച്ച് മീൻസ് 0.075 ആയിരിക്കും. ഇനി അല്ലാണ്ട് നിങ്ങൾക്ക് മറ്റേ പോലെ ചെയ്താലും കുഴപ്പമില്ല. 1.5 എന്ന് വെച്ചാൽ എത്രയാണ്? 3/2 ആണ്. 3/2/20 വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ? മുകളിലത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ താഴേക്കങ്ങ് പോകും അല്ലേ. മുകളിലത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ താഴേക്ക് പോകും, താഴത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ മുകൾക്കും പോകും. ഓക്കെ, അങ്ങനെയാണ് ഈ 2 താഴേക്കുള്ളത്. അങ്ങനെയാണ് 3/40 അല്ലേ. 3/40 ഇത് ചെയ്തപ്പോൾ ആൻസർ കിട്ടും. 3/4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.75 ആണ്. 0.75 ബൈ ഒരു 10 കൂടെ ഉണ്ട്. അപ്പോൾ 0.075 എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ, 5.67/1.33. എടാ ഇതൊക്കെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ലോജിക്കലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. 5.67 × 1.33 ഉണ്ട്. എന്തായാലും 1.33 ഒരു 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5ൻ്റെ അടുത്ത് എത്തും. അപ്പോൾ ഇതങ്ങോട്ട് ഡയറക്റ്റ് കട്ട് ചെയ്ത് 4 ഇട്ടാൽ മതി. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെ വേണം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു എന്താണ് ഓൾമോസ്റ്റ് ഒരു ആക്യുറേറ്റ് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ
അല്ലാണ്ട് ചെയ്ത് നോക്കാം. 5 പ്ലസ് 0.67 എന്ന് പറഞ്ഞാൽ 2/3 അല്ലേ? ഓക്കെ, ബൈ 1.33 പറഞ്ഞാൽ 4/3. ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 5 പ്ലസ് 2/3 പറഞ്ഞാൽ 15. 5 3s are 15. 15 പ്ലസ് 2 എത്രയാണ്? 17. 17/3/4/3. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഡിനോമിനേറ്റർ, മുകളിലത്തെ ടേമിൻ്റെ ഡിനോമിനേറ്ററും താഴത്തെ ടേമിൻ്റെ ഡിനോമിനേറ്റർ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ 17/4. അങ്ങനെയാണെങ്കിൽ 4 4s are 16. അത് കഴിഞ്ഞിട്ടും ബാക്കി എന്തുകൊണ്ടല്ലേ? ഒരു കാര്യം ചെയ്യും, പിന്നെ ഒരു 1 വരും, പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കും. 4.2 ആയിരിക്കും വരിക. സംതിങ് 4.2 കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വരും. ഓക്കെ, ഇത്ര മതി. 4.2 ആണ്, പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ചെയ്താൽ അങ്ങ് കിട്ടും കേട്ടോ. 17/4 ഒക്കെ അങ്ങ് ചെയ്താൽ മതി. 4 4s are 16. മൈനസ് ചെയ്താൽ 1 കിട്ടും അല്ലേ? ഇവിടെ ഒരു ഡോട്ട് മീൻസ് ഡെസിമൽ വരും. 4 2 അല്ലേ? 4 ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുമല്ലോ. അപ്പം 8 മൈനസ് ചെയ്താൽ 2 വരും. പിന്നെന്താ? ഓക്കെ, കറക്റ്റ് ആയിരിക്കില്ല, കാരണം നമ്മൾ ഈ 2/3 ഒക്കെ എടുക്കുന്നത് ഓൾമോസ്റ്റ് എന്താണ്, ഓൾമോസ്റ്റ് കറക്റ്റ് അല്ല. 0.66 ആണ് 2/3 ഒക്കെ വരുന്നത്. പിന്നെന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ആൻസർ കിട്ടിയാൽ മതി. 4.2. ബാക്കിയുള്ളത് എന്താ? 4.25 ഒക്കെയാണ് വരുന്നത്. 4.25 ആയിരിക്കില്ല, അതിനേക്കാൾ കുറച്ചും കൂടെ കൂടും. 4.26 ആയിരിക്കും. അങ്ങനെ കറക്റ്റ് ആൻസർ ഒക്കെ വേണമെങ്കിൽ. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻട്രൻസ് എക്സാം ഇത് തന്നെ ധാരാളമായിരിക്കും. എൻട്രൻസ് എക്സാമിന് നമുക്ക് കൂടുതലും ഇപ്പോൾ ഓർഡർ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ചോദിക്കുക. അതായത് ഓപ്ഷൻസിൽ നമുക്ക് 2 × 10⁻³ ഉണ്ടാവും. അടുത്തത് ചിലപ്പോൾ 6 × 10⁻³ ഉണ്ടാവും. മീൻസ് അതായത് ഓർഡറുകളൊക്കെ സെയിം ആണെങ്കിൽ നമുക്ക് ഈ നമ്പേഴ്സ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഈ നമ്പേഴ്സ് തമ്മിൽ സെയിം ആണെങ്കിൽ തന്നെ ഓർഡേഴ്സിൽ മീൻസ് 10⁻² നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അതവിടെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതാ 0.75/125 എത്ര വരിക? 0.75/0.125 എത്രയാണ് വരിക? 0.75 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/4 ആണ്. 0.125 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/8 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇത് എങ്ങനെയാണ് ചെയ്യുക? ഇതും വേണേൽ കട്ട് ചെയ്യാം. 4ഉം 8ഉം കട്ട് ചെയ്താൽ 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 × 3 എത്ര വരിക? 6 ആണ് വരിക. കഴിഞ്ഞു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല, എന്ത് ചെയ്യുക? 3/4/1/8 വരും. ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതാ 3/4 × 8/1 എന്ന് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതാ 4ഉം 8ഉം ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതി. 4ഉം 8ഉം ഇങ്ങനെ കട്ട് ചെയ്ത് താഴെ 2 ഇട്ടെടുത്തിട്ട് ആ ഡിനോമിനേറ്ററിലെ 2 മുകൾക്കുള്ളതായിരിക്കും. അങ്ങനെ പോകും അല്ലേ? 3 2s are 6. ഇത്രയേ ഉള്ളൂ അപ്പോൾ കേട്ടോ. അപ്പം നമ്മൾ ഫ്രാക്ഷൻസിന് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഡെസിമൽസിൻ്റെ എന്ത് പറഞ്ഞു? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പറഞ്ഞു. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ബാക്കി എന്താണ്, നമുക്ക് ഇതേപോലെ മാത്സ് ബേസിക്സ് ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ എന്താണ് എല്ലാവരും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.